അപ്പൊ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് പടം? പടം നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. എന്നുവെച്ചാൽ കല്യാണം കഴിക്കാൻ പോകുന്നവർ അതല്ലേ സത്യം പറയാമല്ലോ, ഒരു ക്ലീൻ നീറ്റ് ഫാമിലി പടം. അതാ പറയാനുള്ള, വേറെ ഒന്നും ആ പടത്തിനെ കുറിച്ച് പറയാനില്ല. ക്ലീൻ നീറ്റ് ഫാമിലി പടം അല്ലേ എന്നുവെച്ചാ നമ്മുടെ കറക്റ്റ് ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടമല്ലേ. പടത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മള് സ്പോയിലറായിട്ടൊന്നും പറയാം. സ്പോയിലറായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല പടത്തിനകത്ത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി, ആസിഫ് അലിയുടെ ഒരു ഫാമിലി പടം എങ്ങനെ കാണുന്നു അങ്ങനത്തെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു പടമല്ലേ. ലാഗ് ഒന്നുമില്ല. ഭയങ്കര എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വരുന്നു, അതിനെ അത്ര ഇതുള്ള ഒരു സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ പേസ് ആണ്. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻസ് കാണിക്കാൻ പറ്റുന്ന സ്ലോ പേസ് ആണ്. പക്ഷെ അത് നമുക്ക് കണ്ട ആ ഒരു വേവിലാ പോകുന്നല്ല, ആ ഒരു ഭയങ്കര സ്മൂത്ത്നെസ്സിലാ പോകുന്നത്. ഈ പടം കണ്ടപ്പോ തന്നെ നമ്മൾ കാണുമ്പോ തന്നെ നമുക്ക് പല കാര്യങ്ങളും റിലേറ്റ് ആവുന്നതും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഇല്ലേ. നിനക്കെന്തോ ആദ്യമായിട്ട് ചിന്തിക്കാൻ തോന്നി? ഞാൻ ശരിക്കും പറഞ്ഞ ആ പടം കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നത് ഇവിടുത്തെ കോടതിയൊക്കെയാണ്. അതെ, കുടുംബ കോടതി ഞങ്ങളുടെ അടുത്ത്, ഇവന്റെ വീടിന്റെ അടുത്ത് തന്നെ. അതെ, അവിടെ ആൾക്കാർ ഒരുപാടധികം ഒരു ദിവസം തന്നെ എത്ര അധികം ആൾക്കാരോട് ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സ്ഥലത്തെ ആ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഇതുവഴിയൊക്കെ പോകുമ്പോ അവിടെ അടിയൊക്കെ നടക്കുന്ന കാണാം. അപ്പൊ അതും ഈ ഒരു പടവും കണ്ടതും വെച്ചിട്ട് ഒരുപാടധികം റിലേറ്റ് ചെയ്യാൻ. നമുക്ക് ആദ്യം അത് ആ ഒരു കുടുംബ കോടതി പശ്ചാത്തലം നമുക്ക് ആദ്യം അത് റിലേറ്റ് ആയി. സത്യം പറയാം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു തുല്യ നീതി വേണം, അങ്ങനെ ആ ഒരു പടം കൊടുക്കുന്ന. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആണെങ്കിലും എല്ലാരും പറയാം എല്ലാവർക്കും ഭയങ്കര തുല്യ നീതി. പക്ഷെ ഒരു സ്ത്രീ അല്ലെ ഒരു പെണ്ണ് പരാതി കൊടുത്താൽ ഏറ്റവും ഇപ്പോഴും മുൻഗണന അല്ലെ പവർ ഉള്ളത് അതൊരു പെണ്ണിന് തന്നെയാണ്. നമ്മള് എത്ര ഇത് ആമ്പിള്ളാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളൊരു കേസ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളല്ലേ. എന്നുവെച്ചാ അവരുടെ പക്ഷത്ത് കൂടുതൽ ഇത് അവരെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോഴും സ്ട്രോങ്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇപ്പൊ പറയുമ്പോ ചിലപ്പോ ഇതിന് നെഗറ്റീവ് വരാം. പക്ഷെ ആ പടം പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാവർക്കും തുല്യത. അത് കറക്റ്റ് ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ. ഈ പടത്തിനെതിരെ എന്തോ കേസും കാര്യങ്ങളൊക്കെ, പക്ഷെ അതിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത്രയും ആവേണ്ട ഒരു ഇതില്ല. പക്ഷെ ആ പടത്തിൽ വരുന്ന മെസ്സേജ് എന്തിനാ അങ്ങനെയൊക്കെ വന്നില്ലേ എന്നുവെച്ചാ അത്ര ഉള്ള ഒരു ഐറ്റംസ് ഒന്നും ഇല്ല. നമ്മൾ പറയത്തില്ല എന്തെങ്കിലും കറക്റ്റ് വേണ്ടത്ര രീതിയിൽ ക്ലീൻ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യം നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറെ റിലേറ്റ് ആയ കുറെ 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആസിഫ് അലിയുടെ കാര്യം പറയണ്ടല്ലോ. ആസിഫ് അലി നല്ല എപ്പോഴും എന്ന് വെച്ചാൽ പുള്ളിയുടെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണെങ്കിലും എന്നുവെച്ചാൽ ഒരു കാലത്ത് ഡൗൺ ആയ പുള്ളി ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവൽ ഉണ്ടല്ലേ. എന്നുവെച്ചാൽ പുള്ളി അഭിനയിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ. എന്നുവെച്ചാൽ പുള്ളി ആ ഒരു ക്യാരക്ടർ സഹദേവൻ നല്ലത്, പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനം നമുക്ക് ഭയങ്കര റിലേറ്റ് ആണ്. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടൻ ഇല്ലേ ഒരിക്കലായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഭയങ്കര റിലേറ്റ് ആണ്. പിന്നെ മറ്റേ സിദ്ധാർത്ഥ് ഭരതൻ അടിപൊളിയായിട്ട് മറ്റെന്തുവാ നമ്മുടെ ഈ കോടതിയുടെ ഉള്ള ഈ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ ചില ഇമോഷൻ സാധനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സിദ്ധാർത്ഥ് ഭരതൻ മകളെ എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് കാണാൻ പോയിട്ട് ഇങ്ങനെ അവിടെ വാദിക്കുമ്പോൾ ഉള്ള ആ ഒരു പറച്ചിൽ ആ മകൾക്ക് നോവുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ആ ഒരു ഈ കോടതിയിൽ ഇങ്ങനെ ഒരു ഇത് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നവർക്കാണെങ്കിൽ ഒരുപാടധികം ശരിക്കും പറഞ്ഞാൽ മനസ്സ് തൊട്ടത് ഇത് ചെയ്യും. സത്യം പറഞ്ഞ ഭയങ്കര റിലേറ്റ് ആവുന്ന ഒരു പടം. പക്ഷെ ആ ഒരു കോടതി സീൻ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ആയ സിദ്ധാർത്ഥ് ഭരന്റെ ഒരു സീനുണ്ട്, ഭയങ്കര ഇമോഷണൽ സീനായിട്ടൊരു സീനുണ്ട്. അത് പക്കായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഹരിശ്രീ അശോകന്റെ ചേട്ടൻ കുറച്ച് സീനേ ഉള്ളൂ, പക്ഷെ ആ ഒരു സീനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ആവും. ഇങ്ങനെ ഒരു ടൈം കഴിയുമ്പോൾ ചിന്തിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പൊ ഒരു ഗേളാണ്, അവര് പറയുന്നതായിട്ട് നമ്മൾ ആദ്യം എല്ലാം ഇപ്പൊ കോടതി കേസ് കൊടുക്കാനാണെങ്കിലും എന്ത് വന്നാലും ആദ്യം അവർക്കാണ് വോയിസ്. നമ്മൾ പറയുന്ന എല്ലാം ചിലപ്പോൾ അവിടെ വാലിഡ് ആവുന്ന കാര്യമില്ല. ഇപ്പൊ നമുക്കെതിരെ ഒരു കേസ് വന്നാലും അവർക്കെതിരെ കേസ് ഉണ്ട്, തെളിവുണ്ടോ അങ്ങനെ ചോദിക്കും. പക്ഷെ ഒരു പെണ്ണാണ് കേസ് കൊടുക്കുമ്പോൾ തെളിവ് ചോദിക്കും, അങ്ങനല്ല നമ്മൾ പറയുന്നത്. എന്നാലും ഒരു കുറച്ചുകൂടി ഒരു ഇതില്ലേ, അതായത് കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലാണ് ആ സിനിമയിൽ പറഞ്ഞൊരു ഒരു മെയിൻ ഡയലോഗ് എന്ന് വെച്ചാൽ നല്ലതായ ആണുങ്ങളും ഉണ്ട്, നല്ലവരല്ലാത്തവരാണെങ്കിലും ഉണ്ട്, അങ്ങനെ തന്നെ പെണ്ണുങ്ങളും ഉണ്ടില്ലേ. എല്ലാ പെണ്ണുങ്ങളും നല്ലവരല്ല, എല്ലാ ആണുങ്ങളും നല്ലവരല്ല. ഈക്വൽ ആയിട്ട് ഒരു നീതി എല്ലാവർക്കും കിട്ടണം. അങ്ങനെ ഒരു പടമാണ് ആഭ്യന്തര കുറ്റവാളിയില്ലേ. പിന്നെ നല്ല വൃത്തിയായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് സേതുനാഥ്, അങ്ങനെ പുള്ളി സാറിന്റെ പേര് അങ്ങനെ കണ്ട ഫുൾ നെയിം എനിക്കറിയാം. ഡയറക്ഷനൊക്കെ പക്കായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാ ഞങ്ങൾക്ക് അധികം ലാഗ് അടുപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, ഭയങ്കര ലാഗ് ഒന്നും അടുപ്പിച്ചിട്ടില്ല. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് എല്ലാം എല്ലാ ഓരോ കാര്യങ്ങളും എടുത്ത് പറയേണ്ട ഒരു പക്ക നീറ്റ് ക്ലീൻ ഫാമിലി പടം. അത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത്. പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾക്ക് നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ എനിക്കൊരു സീൻ തോന്നി എന്ന് വെച്ചാൽ
സെക്കൻഡ് ഹാഫ് ഒരു കോടതിയിൽ ചെറിയ അനാവശ്യമായിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ എട്ടയ്ക്ക് ഒരു സാധനം എന്ന് വെച്ചാൽ ഒരു വക്കീല് വന്നിട്ട് ഒരു വേറെ കേസൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, ചെറുതായിട്ടൊരു ഇത് തോന്നി, കൂടിപ്പോയെന്നൊരു ഇത് തോന്നി. പക്ഷെ അതല്ലാതെ വേറെ ഒരു നെഗറ്റീവ് ഞങ്ങൾക്ക് പറയാനില്ലേ. ഓൾ ടോട്ടൽ ഒരു പക്ക എന്ന് വെച്ചാൽ നമ്മള് ഫാമിലി ആയിട്ട് പോയി ഒരു 3 മണിക്കൂർ 2-2.5 മണിക്കൂറൊക്കെ കാണാൻ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. ഞങ്ങള് കയറിയപ്പോ അധികം ആൾക്കാരുന്നില്ല, 10 പേരെ കാണി, തികച്ചും 10-15 പേരെ ഉള്ളായിരുന്നു. പടത്തിന്റെ ആ ലെവലിലാണ് പടം വെച്ചിരിക്കുന്നത്. ഭയങ്കര സ്ലോ എന്ന് വെച്ചാൽ അത്യാവശ്യം സ്ലോ പേസ് ആണ്, നല്ല ക്ലീൻ ഫാമിലി പടം. അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. അല്ല വലിയ ഓവറോൾ കിടിലം പടമാണ്, മാസം അങ്ങനത്തെ ഒന്നും നമ്മൾ പറയുന്നില്ല. ഒരടിപൊളി 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു ഫാമിലി പടമല്ലേ. അപ്പം അതാണ് ആഭ്യന്തര കുറ്റവാളിയെ കുറിച്ച് പറയാനുള്ളല്ലേ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നുമില്ല, പടം നല്ല അടിപൊളി പടമാണ്, നല്ല അടിപൊളി കണ്ടിരിക്കാം. നമുക്ക് ഇങ്ങനൊരു പടം വേണമായിരുന്നു, ഇങ്ങനെ പടം ലെസൺ ആണല്ലേ, വലിയൊരു ലെസണാണ് ഇങ്ങനെ പടം വേണമായിരുന്നു ശരി, സത്യം പറയാം. അതെ. അപ്പം ആഭ്യന്തര കുറ്റവാളി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ആവും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പം കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തുവാന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് നിങ്ങളെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. അതാണ്. അപ്പൊ ഓൾ ടോട്ടൽ ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലി പിന്നെയും തകർത്തിട്ടുണ്ടല്ലോ. ആക്ടിങ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം പക്ക, പടം പക്ക അല്ലേ, പടവും പക്ക. ഓക്കെ.